രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ മൈലാഞ്ചിക്ക് നല്ല കളർ വന്ന സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. കാരണം ഇന്നലെ ഇട്ടപ്പോൾ തന്നെ ഞാനിത് ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഉണങ്ങുന്നതിന് മുമ്പ്. ഇത്രയും കളർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, പെരുന്നാൾ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റായിരുന്നു. എണീറ്റ് വന്നപ്പോൾ തന്നെ ഉമ്മ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ള, പിന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്, സബോള എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതായത് എനിക്കും നാത്തൂനും. ആൾ പെരുന്നാളായിട്ട് 2-3 ദിവസത്തെ ലീവിന് വന്നതാണ് കേട്ടോ. പെരുന്നാളിൻ്റെ തലേ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. പെരുന്നാളാണ് വെള്ളിയാഴ്ച എന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും തലേ ദിവസം ആളെത്തി. ഞായറാഴ്ച തിരിച്ച് പോവുകയും ചെയ്യും. ഷിനാജ് എണീറ്റ് പോയപ്പോഴത്തേക്കും വേഗം തന്നെ ഞാൻ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മടക്കി വെച്ചിട്ട്, എനിക്കിങ്ങനെ എണീറ്റ് ഉടനെ ഇത് മടക്കി വെച്ചില്ല ഒരുമാതിരി ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഷിനാജിന് പള്ളിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഷർട്ടും മുണ്ടും ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പെരുന്നാളിന് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഷർട്ടാണ് എടുത്തതെന്നുള്ളത്. ഷിനാജിൻ്റെ അങ്ങനത്തെയാണ്, പക്ഷേ പ്ലെയിൻ കളറല്ല, ചെറിയൊരു ലൈൻ അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഷിനാജ് കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോവാണ് കേട്ടോ. കയ്യിലിരിക്കുന്ന നമ്മൾ സക്കാത്തിന് കൊടുക്കുന്ന അരിയാണ്, 1-2 വീട്ടിലൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് അങ്ങനെ പള്ളിയിൽ പോവാണ് ആൾ. രാവിലെ ചപ്പാത്തിയും പിന്നെ അപ്പവും ഉണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ കറിയായിരുന്നു. അപ്പം ഞാൻ ചായ കുടിക്കുവാണ്. പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നെ പാത്രങ്ങൾക്ക് ഒരു ഒഴിവുമില്ലല്ലോ. കഴുകാൻ ഇങ്ങനെ സിങ്കിൽ മല പോലെ കാണും. അങ്ങനെ കുറേ പാത്രം ഞാൻ കഴുകി വെച്ചിട്ട് ചിക്കൻ പൊരിക്കാനും മസാല ഉണ്ടാക്കാനൊക്കെ നിന്ന് ബിരിയാണിക്കുള്ള ഫോൺ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ച് പറ്റുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തേട്ടാ. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് പണി തീർക്കേണ്ടതുകൊണ്ട് ഞാൻ ഫോൺ പിന്നെ മാറ്റി വെച്ചിട്ട് പണിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ഇത് ബിരിയാണി ദമ്മൊക്കെ ഇട്ട് ബീഫ് ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഉമ്മയും കൂടെ അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും നാത്തൂനകത്ത് അടിച്ചു വാരി തുടക്കലും മുറ്റടിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി കുളിച്ചേട്ടാ. കുളിച്ച് നിന്നപ്പോഴത്തേക്ക് ഷിനാജ് വന്ന്. നമ്മളെല്ലാ പെരുന്നാളിലും ഇങ്ങനെ കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്ന. കസിൻസ് എല്ലാവരും കാണും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ഞാനും ഷിനാജും പിന്നെ വേറെ നമ്മുടെ 2-3 കസിൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അമ്മൂനെ വിളിച്ചപ്പോൾ ആൾ ബിസിയാന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 9:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. കാരണം വെള്ളിയാഴ്ചയല്ലേ, ഉച്ചക്ക് എല്ലാവർക്കും ജുമാക്ക് പോകേണ്ടതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് എല്ലാ വീട്ടിലും പോയി കവർ ചെയ്ത് നമുക്ക് തിരിച്ചെത്തണം. ജുമാ കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ നിന്നാൽ എല്ലാവരും ടയേർഡായിരിക്കും. ഈ ഉച്ചവെയിലത്ത് ആർക്കും പോകാനൊരു മൂഡ് കാണത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ഉമ്മാൻ്റെ ആങ്ങളയുടെ മകളുടെ വീട്ടിലാണ് കേട്ടോ. അവിടെ നിന്നാണ് ഫസ്റ്റ് ഫുഡ് കഴിച്ചത്. എല്ലായിടത്തും എന്നാലും ഒരു സ്പൂൺ ചോറെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പായസം, വെള്ളം ഒന്നും തരാതെ ആരും വിടത്തില്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ചോറും കഴിച്ച് പായസം കുടിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് വന്ന്. ഇത് ഉമ്മാൻ്റെ ചേട്ടത്തിയുടെ വീടാണ് കേട്ടോ, അതായത് മൂത്തമ്മാൻ്റെ വീട്. ഉമ്മ ഇങ്ങനെ കുറേ മക്കളാണല്ലോ, ഉമ്മക്ക് കുറേ ചേട്ടത്തി അനിയത്തി ആങ്ങളമാരൊക്കെ ഉള്ളത് കൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ മൂത്തമ്മ ചോറ് വെക്കുന്ന നല്ല ബിസിയായിരുന്നു കേട്ടോ. നല്ല രസമാണ് മൂത്തമ്മാൻ്റെ ഈ ഒരു പുറത്തത്തെ അടുക്കള കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആൾ ചോറ് വെച്ചോണ്ടിരിക്കുവായിരുന്നു. അവിടുന്ന് തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ വേഗം ഇറങ്ങി കേട്ടോ. കാരണം അടുത്ത സ്ഥലത്ത് പോകണമല്ലോ. ഇതും ഉമ്മാൻ്റെ ഒരു ഏട്ടത്തിയുടെ വീടാണ്. ഇവിടെ കുറച്ചധികം നേരം നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂത്തമ്മാൻ്റെ പഴയ വീടെന്ന് പറയുമ്പോൾ മലയുടെ തൊട്ട് താഴെയായിരുന്നു. കുറച്ചുകൂടെ അടിപൊളി അവിടെ ആയിരുന്നു കേട്ടോ, കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങോട്ട് അവർ താമസമായിട്ട് ഏകദേശം 1 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടായതാണ് ഈ ഒരു ഞാവൽപ്പഴവേ. അപ്പം അതിൽ നിന്ന് കുറച്ച് പറിച്ചുകൊണ്ട് തന്ന മൂത്തമ്മാൻ്റെ മകൻ. ഗൈസ്, കുഞ്ഞിന് 5ാമത്തെ പേരേന്ന് 5ാമത്തെ പ്ലേറ്റ് ആണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മൂത്തമ്മ നാരങ്ങ വെള്ളം കലക്കി തന്നായിരുന്നു കേട്ടോ. അതും കുടിച്ച് ഇറങ്ങാൻ നിന്നിട്ട് ഞങ്ങളെ വിട്ടില്ല. ചോറ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് ചോറ് കഴിച്ച് പായസം കഴിച്ചിട്ട് കുറച്ച് വയറ് ഫുള്ളായിരുന്നു. സോഫയിലിരിക്കുന്ന ടീംസും ഞാനും ഒഴിച്ചത് ഇവർ മാത്രം കേട്ടോ കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അൺസഹിക്കബിൾ വെയിലാണ് മക്കളെ. കരിഞ്ഞു ഗ്ലാസ് ഒന്ന് വെച്ചേ. പൊട്ടലുക്കൊന്ന് കാണട്ടെ ആൾക്കാർ. ഇട് ഉണ്ടല്ലേ ഗായ്സ്, പാടത്ത് വെച്ച കോലം പോലെ എങ്ങനെയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് റബ്ബേ ഉച്ചപ്രാന്തം വെയിലത്ത് സത്യം പറഞ്ഞാൽ എന്തൊരു വെയിലാണെന്നറിയാം, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ നേരെ വന്നത്. ഇവിടെ വന്ന് പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ഒരു സമാധാനമായത്. ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടപ്പോഴത്തേക്കും അമ്മ നല്ല സ്പെഷ്യൽ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരുടെ വയറ് നിറഞ്ഞത് കൊണ്ടും ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ മാത്രമാണ് കേട്ടോ അവിടെ നിന്ന് കഴിച്ചത്. എനിക്ക് പൊതുവെ അമ്മൂൻ്റെ ഫുഡൊക്കെ ഇഷ്ടമാണ്. ആൾ തട്ടിക്കൂട്ടിയാലും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ച്. നമ്മൾ ആദ്യം പോയ വീട്ടിൽ നിന്നാണല്ലോ ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മൾ ഇവിടെ ആയിരുന്നു ലാസ്റ്റ് വന്നത്. പിന്നെ നമ്മൾ നേരെ മേമാട് അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് അവൾ നാരങ്ങ വെള്ളം കലക്കിക്കൊണ്ട് വന്ന്. ഫുഡ് കഴിക്കാത്തവർ വെള്ളമെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ മേമാട് അങ്ങോട്ട് പോയിട്ടാ. ഇവിടെ എന്നെ ഇറക്കിയിട്ട് ഷിനാജ് നേരെ ജുമാ ഇടാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയി. എന്തൊരു വെയിലാണ് ഗായ്സ്. മേമാട് അവിടെ ലാസ്റ്റ് വന്നിട്ട് ഇനി ഞാൻ വീട്ടിലേക്ക് പോകണം.
അവിടെ നിന്ന് കോള് വന്ന എന്താ ഞാൻ ചെല്ലാത്തേന്ന് ചോദിച്ചു ഉമ്മ. ഞാൻ പോട്ടെ, ഇവിടെ നിന്ന് പിന്നെ നടന്നു പോയാൽ മതിയല്ലോ. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം. സത്യം പറഞ്ഞാൽ എല്ലാവരുടെ വീടും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ജുമാക്ക് ഷിനാജിന് പള്ളി പോകുന്നതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ബാക്കിയൊക്കെ വൈകുന്നേരം പോകാമെന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നാത്തൂനൊക്കെ അതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മ പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഉമ്മാൻ്റെ കൂടെ പണിയെടുത്തവരാണ്. ഇപ്പോൾ ഉമ്മ ഏകദേശം ഒരു വർഷമായി പണിക്ക് പോകുന്നത് നിർത്തിയിട്ട്. എന്നാലും ഇവരെല്ലാ പെരുന്നാളിനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. അപ്പോൾ അവരെന്തേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് അവരെല്ലാവരും പോയി കേട്ടോ. പിന്നെ ഷിനാജ് അതേ പള്ളിയിൽ നിന്ന് വരുവാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിച്ചില്ലെങ്കിൽ ഉമ്മാൻ്റെ വയറ് നല്ല ചീത്ത വെക്കേണ്ടി വരും. നമ്മൾ എത്ര വയറ് നിറഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടുന്ന് കഴിക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഷിനാജ് രാവിലത്തെ ഫുഡ് പോലും കഴിക്കാതെയാണ് പള്ളിയിൽ പോയത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഷിനാജിന് അതിന് ചീത്ത പറഞ്ഞു, നീ രാവിലെ ഇവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയല്ലേ പോയത്, ചോറ് കഴിച്ചോ മര്യാദക്കെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഷിനാജും കൂടെ കുറച്ച് ചോറെടുത്ത് കഴിച്ച്. ഇത് കല്ലുമ്മക്കായ അച്ചാറാണ് കേട്ടോ. നമ്മൾ സാധനം വാങ്ങാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് സാധനം തീർന്ന്. അങ്ങനെ ഗൈസ് പറഞ്ഞ് നമ്മുടെ പെരുന്നാൾ ദിവസവും ഏകദേശം അവസാനിക്കാൻ പോയി. പിന്നെ ഫുഡ് കഴിച്ച് ഏകദേശം ഇപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ചെറിയതും പിള്ളേരൊക്കെ വരും ഉച്ച കഴിഞ്ഞിട്ട്. അപ്പം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് കൊടുക്കലൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്ത് നാളെ മറ്റന്നാളൊക്കെ ഇടാനുള്ള വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പെരുന്നാൾ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ. ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കുന്നു. ഉമ്മായും നാത്തൂനും നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ ചോറ് കൊടുക്കാൻ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതാണ് അങ്ങോട്ട് നോക്കുന്നത്. ഞാൻ ഇന്നിട്ട ഡ്രസ്സ് നമ്മുടെ പേജിൽ തന്നെ സെയിൽ ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അത് തന്നെയാണ് നമ്മൾ ഗിവ് അവേക്ക് കൊടുക്കുന്നതും. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് കാണും, ഇല്ലെങ്കിൽ വീഡിയോ വരും. മൈലാഞ്ചി കണ്ടില്ല, ഞാൻ ഇന്നലെ ഇട്ടിട്ട് പെട്ടെന്ന് കഴുകി കളഞ്ഞേട്ടോ. പക്ഷേ നല്ല കളറുണ്ട് സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഈ ഒരു വീഡിയോ എടുത്തിട്ട് നേരെ എല്ലാവരും പോയി ഫ്ലാറ്റായി കേട്ടോ. എല്ലാവരും കിടന്നുറങ്ങി. ഞാനും ഉമ്മായും നാത്തൂനും ഷിനാജും പിന്നെ ഫോണിൽ കളിച്ചിരിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നാത്തൂനും പിള്ളേരും എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയത് എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും പായസവും ബിരിയാണിയും കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയത് കൊണ്ടുവന്ന ചോറാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പം പായസം കൊണ്ടുവന്നില്ല കേട്ടോ. ചതിച്ച്. ഞങ്ങളാണെങ്കിൽ പായസം വെയിറ്റ് ചെയ്തിരിക്കും. കാരണം ചെറിയതുണ്ടാക്കുന്ന അടപ്പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കുറേ വെച്ച് പക്ഷേ എല്ലാം തീർന്ന്. കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തപ്പോൾ തീർന്നെന്ന് പറഞ്ഞ് നമുക്ക് നാളെ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ചു. സുന്ദരി ഇനി നമ്മുടെ വീട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സുനീറ വന്നായിരുന്നു. സുനീറായി നമ്മുടെ കൂടെ വീട് കാണാൻ വേണ്ടിയിട്ട് വന്ന് സ്റ്റെയർ വെച്ചിട്ട് വൈറ്റ് വാഷ് കഴിഞ്ഞിട്ട് ഇവരാരും കണ്ടിട്ടില്ലായിരുന്നല്ലോ. ഉറങ്ങിയിട്ടാണ് ഗൈസ് എൻ്റെ മുഖം ഇങ്ങനെ. നല്ലൊരു ഉറക്കം ഉറങ്ങിയ. കല്യാണം കഴിഞ്ഞ ഒട്ടുമിക്ക പെൺപിള്ളേരും പെരുന്നാൾ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വീട്ടിൽ പോകും, അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും സ്വന്തം വീട്ടിൽ പോകും. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. നാത്തൂനും പിള്ളേരും വരുന്നതുകൊണ്ട് അവർ വന്ന് പോയിട്ടായിരിക്കും ഞാൻ വീട്ടിൽ പോകുന്നത്. ഇപ്രാവശ്യം കുറച്ച് ലേറ്റായിട്ടേ ഞാൻ പോകണുള്ളൂ. വീട് പണിയുടെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ലോങ് ലീവ് എടുത്ത് വീട്ടിൽ പോകാമെന്ന് ഓർത്ത് എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട്. എൻ്റെ വീട്ടിൽ നിന്നാണേലും അങ്ങനെ പരാതിയൊന്നും പറയത്തില്ല കേട്ടോ ഞാൻ ചെല്ലാത്തതിന്. കാരണം ഇത്രയും ലോങ് അല്ലേ. പിന്നെ ഞാൻ പറയും ഇവരുള്ളതുകൊണ്ട് പിള്ളേരൊക്കെ പോയിട്ട് ഞാൻ വരാമെന്ന്. അതുകൊണ്ട് ഇതുവരെ അവരൊരു പരാതിയെ പറഞ്ഞിട്ടില്ല. എനിക്ക് സാധാരണ ഇങ്ങനെ നമ്മുടെ വീട്ടുകാർ വെറുതെ എങ്കിലും പറയില്ല, നല്ലൊരു പെരുന്നാളായിട്ട് പോലും നീ ഒന്ന് വന്നില്ലല്ലോ, പിറ്റേ ദിവസമെങ്കിലും നിനക്ക് വരായിരുന്നല്ലോ എന്ന്. പക്ഷെ എൻ്റെ വീട്ടുകാരെന്നെ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്, എന്നെ ഒന്നും പറഞ്ഞില്ല. ഓ ഇതിൽ സുനീറ വെളുത്ത് തുടുത്തിരിക്കുന്നു. ഇജ്ജ് അവിടെ നിന്ന് നോക്കട്ടെ, വെളുത്തിരിപ്പാണ്. അല്ല അവിടുത്തെ അതുകൊണ്ടാണ് ഇജ്ജ് വെളുത്തിരിക്കുക. ഇപ്പൊ എല്ലാരും വെളുത്തിരിക്കും. നല്ല ക്ലാരിറ്റി അല്ലേ. സുനീറ എന്താ പേരെ പറ്റിയ അഭിപ്രായം? ഇച്ചിരി ഒച്ചത്തി പറ. അടിപൊളി. ചെറിയന്റെ അഭിപ്രായം എന്താ? ഇരുന്നിരുന്ന് ബാക്കിലോട്ട് വീഴണ്ട. ഓ അവിടെ പിന്നെ ഒറ്റക്കുള്ള സെൽഫി എടുക്കാം. പറ എങ്ങനെ, എന്താ പേരെ പറ്റിയ അഭിപ്രായം? എനിക്കിഷ്ടായി. ഇത് ചെറിയതിന്റെ വക ഉമ്മാക്കുള്ള നൈറ്റിയാണ് കേട്ടോ. പെരുന്നാളിന് എടുത്തതാണ് ആള്. പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. അത് സൈനിമാന്റെയാണ്. പറ, ഇങ്ങോട്ട് നോക്കി പറ. പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഉച്ചക്ക് എന്താ കഴിച്ചു? അള്ളാ മൈലാഞ്ചി നോക്ക് ഗൈസ്. കുട്ടികളുടെ മൈലാഞ്ചി കണ്ട അപ്പുറത്തെ കയ്യിലില്ലേ? ഇതാരിട്ടന്നത്? അല്ലുവാ. പുതിയ കുപ്പായൊന്നും ഇട്ടില്ലെന്ന്? നേരെ ഇരുന്ന് പാറാച്ചു. ഇജെന്ത് കഴിച്ചു ഉച്ചക്ക്? എന്ത് കഴിച്ച്? സുന്ദരി മോള് ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി ഗൈസ്.
പപ്പായ തമ്പുരാനെ പോവാ നമുക്ക് മേമാടുക്ക് എന്നാ ബാ. അങ്ങോട്ട് നോക്ക്. ശരിക്കും മനസ്സിലാക്കുവാനാണ് എടുക്കേണ്ടത്. കുത്തിരുന്ന് കമന്റ് ഇടല. രാവിലെ ഇറങ്ങിയപ്പം കവർ ചെയ്യാത്തൊരു വീടാണ് കേട്ടോ ഇത് ഉമ്മാൻ്റെ ആങ്ങളയുടെ വീടാണ്. ഉമ്മാൻ്റെ ആങ്ങളയുടെ മകനാണ് ആയിരുന്നത്. ഇവിടെ വന്നിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞ് ഇരുന്നിട്ടാണ് നമ്മൾ പോയത്. ഷിനാജ് മണ്ണാർക്കാട് പോയിരിക്കുമായിരുന്നു കൊച്ചുവിനെയും കൂട്ടി. ഫവാസിൻ്റെ അടുത്തല്ലേ നമ്മുടെ വണ്ടി RX. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കൊച്ചുവിനാണെങ്കിൽ RX എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അവൻ്റെ നിർബന്ധം കൊണ്ട് പോയി എടുത്തതാണ്. പിന്നെ അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. കഴിക്കുന്നത് ചെന്നപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയതാണ്. പിന്നെ എല്ലാവരുടെയും വയറ്റിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടുന്ന് കുറച്ച് ചോറ് ചൂടാക്കി ഞങ്ങൾ കഴിച്ച്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. എനിക്ക് അങ്ങനെ വലിയ മൂഡില്ലായിരുന്നു. കാരണം രാവിലെ തൊട്ട് ഈ ബിരിയാണി അല്ലേ കഴിക്കുന്നത്. കൊച്ചുവിനാണെങ്കിൽ തനിയെ കഴിക്കാൻ മേലെ വാരി കൊടുക്കണമെന്നും പറഞ്ഞ് പിന്നെ അവന് ഞാൻ വാരി കൊടുത്തു കേട്ടോ. ഷിനാജിന് വേണ്ടെന്ന് പറഞ്ഞ്. ചെറിയതിനെ അപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും പോയാൽ മുള്ളയിലൊടക്കെയാണ് കേട്ടോ. കാരണം പരിചയമുള്ള ആരെങ്കിലും കണ്ട് അവിടെ അങ്ങനെ സംസാരിച്ചിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാൽ പിന്നെ പറയുകയും വേണ്ട. പോയാൽ പിന്നെ തിരിച്ച് വരാൻ ഭയങ്കര പാടാണ്. അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ മേമാടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഇവിടുന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയും കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. ഇവിടുന്ന് ഇവർ ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കൊച്ചും ഷിനാജും കൂടെ ഞങ്ങൾ ട്രിപ്പ് അടിക്കുമായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് കൊച്ചുവിന് വെക്കാൻ മേലെന്ന് പറഞ്ഞ് ചെറിയനെ വെപ്പിച്ചാണ് കേട്ടോ. നൈറ്റ് ഇട്ട് ഹെൽമെറ്റും വെച്ച് പോകുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ലാഗാക്കാതെ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ നമ്മുടെ പെരുന്നാൾ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണാൻ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഞാൻ ഈ പോകുന്ന രംഗം വീഡിയോ എടുക്കുന്നതിനാണ് ചെറിയതായി ഇരുന്ന് ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാവേ.